ഇതാണ് അഗാറോന്റെ സ്കാൽപ്പ് മസാജർ. ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആഷി അസാൻ വ്ലോഗ്സ്. അപ്പൊ ഗൈസ് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ. അതന്നെ. അപ്പൊ ഇതൊക്കെ ആവാനായില്ലേ? അതെ, നോമ്പൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പൊ ഞാനും ലാമിയും ഇൻട്രോല്ലേ കുറെ കാലത്തിന് ശേഷം വീഡിയോ ആണല്ലേ. സത്യം ഞങ്ങള് എത്ര ആയില്ലേ? അതെ, ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കൊറേ നമ്മള് വ്ലോഗ് എടുത്തിട്ട്. സത്യം പറഞ്ഞാല് ഫതിലുവിന്റെ ഇതിന് വീഡിയോ എടുത്തതല്ലേ ആഷിക? അതെ. അങ്ങനെ നോമ്പൊക്കെ എത്ര പെട്ടെന്നാണ് നോമ്പൊക്കെ. ഞങ്ങള് നോമ്പൊക്കെ നോറ്റൊരു ഫുൾ എടുത്തവരൊക്കെ ഉണ്ടോ? കുട്ടികളൊക്കെ ഫുൾ എടുത്തോലൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. പോലെ ഫുള്ള് നോമ്പ് എടുത്തവരൊക്കെ എന്താ ആഷിക, പിന്നെ ഫുള്ള് നോമ്പ് എടുക്കണ്ടേ? എടുക്കണം. ചിലവര് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കള്ള നോമ്പ് വെക്കുന്ന ആൾക്കാരുണ്ട്. ഓ, അങ്ങനെ ചട്ടി നോമ്പ് കള്ള നോമ്പ് നോറ്റിട്ട് കാര്യമില്ല. ഇവനെ പോലെ അർഷാദിനെ പോലെ. അപ്പൊ പെരുന്നാൾ ഇൻഷാല്ലാ ചിലപ്പോ നാളാവും, അല്ലെങ്കിൽ മറ്റന്നാളാവാം അല്ലേ? അപ്പൊ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തോ, കമന്റ് ചെയ്യട്ടാ. പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ നോമ്പും കാലൊക്കെ എങ്ങനെ ഭയങ്കര ചൂടാട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇതെന്താ ലാമി പറയുമ്പോൾ ഇതെന്താ ലാമി കയ്യില്? അതോ, അത് ഞങ്ങളെ രണ്ടുമ്മാക്കും ഞങ്ങളെ വക ഒരു പെരുന്നാൾ സമ്മാനം. അപ്പൊ ഞങ്ങൾ പെരുന്നാൾ സമ്മാനം കൊടുക്കുക. അപ്പൊ ഞങ്ങള് ഇപ്പൊ നമ്മള് പോണത് എന്റെ വീട്ടിലോട്ടാണ്. ഞങ്ങൾ ഇത് ഉണ്ടാക്കിപ്പിച്ചത് പെരുന്നാൾ നമ്മളെ ഷുഗർ ഫിൽസ് എന്നാണ്. അപ്പൊ നമ്മള് സെറ്റ് ആക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. നമ്മളിത് വാങ്ങി വെച്ചിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. അപ്പൊ ആർക്കും അറിയൂല, വീട്ടിൽ ആർക്കും അറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു ഷൂട്ട് ഉണ്ടായി. ആ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങള് നേരെ മഞ്ചേരി കഴിഞ്ഞ് നേരെ എന്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കൊടുക്കണ വീഡിയോ കാണാം. അതെ, സംഭവം നമുക്ക് നോക്കാം വല്ല റിയാക്ഷൻ എങ്ങനെയാണെന്ന്. അത് ഞാൻ കൊടുത്തവർക്ക് ഒരു വിചാരിക്കാനുണ്ടാവില്ല അല്ലെ? എല്ലാവർക്കും ഇല്ല. ഞങ്ങള് പ്ലാൻ ഇട്ടിക്കണത് ഞങ്ങളെ രണ്ടുമ്മാക്ക് കൊടുക്കാനാണ്. ഞാൻ പറഞ്ഞ ആശിക്കാട് എന്റെ അമ്മക്ക് ആശിക്ക് കൊടുക്കട്ടെ, മാമാക്ക് ഞാനും കൊടുക്കും. അതെ, അങ്ങനെ രണ്ട് ഇതുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കൊടുത്തുകൊണ്ട് നമുക്ക് രണ്ടുമാരും റിയാക്ഷൻസ് ഒക്കെ കാണാം അല്ലെ? അപ്പൊ ഇനി മൈലാഞ്ചി ഒക്കെ ഇടുന്നുണ്ട്. മൈലാഞ്ചി ഒക്കെ ഇടുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ ലാമിക്ക് ഇന്നല്ലേ മൈലാഞ്ചി ഇടണം? മൈലാഞ്ചി ഇടണം ഇന്ന് എന്തായാലും നോക്കണം. ഇന്ന് ഭയങ്കര ടയർഡാണ്. നോക്കട്ടെ. ആശിക്കാക്ക് കാറ് വരച്ചെടുക്ക. പണ്ട് അങ്ങനെയല്ലേന്നു, ആണുങ്ങളെ കയ്യമ്മേ കാറ്. അത് പൊളിക്കും എന്തായാലും കാട്ടാണ്ട്. ലാമിയില വെച്ചിട്ടും ഔട്ട് ഫാഷനിലൊന്നും കാര്യല്ല. അപ്പൊ ഞങ്ങളിതാ ഏകദേശം പോയോണ്ട് കേട്ടോ. ലാമി സമ്മാനം കൊടുക്കുന്ന റിയാക്ഷൻ കാണിക്കൂലേ? അതെ, ലാമിക്ക് കൊയങ്ങിക്കണ് നോമ്പോക്കാതെ തന്നെ. അപ്പൊ ഓക്കെ ബൈ രണ്ടാളും. ഇവർക്ക് രണ്ടാക്കും നോമ്പില്ല. ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കാണാം. സ്ട്രെസ് റിലീഫും അതുപോലെ തന്നെ ഭയങ്കര റിലാക്സേഷൻ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. 3 ഓട്ടോമാറ്റിക് സ്പീഡ് മോഡ്സ് ആണ് വരുന്നത്. റെഗുലർ സ്പീഡും ഫാസ്റ്റ് സ്പീഡും അതുപോലെ തന്നെ പൾസേറ്റിംഗ് മോഡും. ഇതിൽ വരുന്നത് മാഗ്നറ്റിക് USB ചാർജിങ് ആണ്. അപ്പോൾ തന്നെ ഒരു സിംഗിൾ ചാർജിങ്ങിൽ നമുക്ക് 60 മിനിറ്റ് വരെ നമുക്കിത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ 1950 mAh റീചാർജബിൾ ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഓരോ 15 മിനിറ്റിൽ ഇത് ഓട്ടോ ഷട്ട് ഓഫ് ആവും. ഇത് 10 മിനിറ്റാണ് ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 6 ദിവസം വരെ ഇതിൻ്റെ ചാർജ് നിൽക്കും. ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ബൂസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ സ്കാൽപ്പിലെ എയർ ഗ്രോത്ത് ചെയ്യാനും ഭയങ്കര ഹെൽപ്ഫുൾ ആവട്ടത്. ഇതിൽ പിന്നെ 96 സോഫ്റ്റ് സിലിക്കൺ ബ്രിസ്ലെസ് ആണ് വരുന്നത്. ഇത് 360 ഡിഗ്രിയിലാണ് കേട്ടോ നമ്മുടെ മസാജ് ചെയ്യണത്. ഇനി നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തലയിൽ എണ്ണയൊക്കെ തേച്ച് കണ്ട് ഇതിൽ മസാജ് നമ്മുടെ എയർ ഗ്രോത്ത് ആയി ഭയങ്കര ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ മസാജേഴ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും അതുപോലെ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനും പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് IPX7 വാട്ടർ പ്രൂഫും കൂടിയാണ്. ഇനി നമ്മുടെ തലയിൽ എണ്ണ അല്ലെങ്കിൽ സെറൊക്കെ യൂസ് ചെയ്ത് കണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് മസാജ് ചെയ്താലും ഭയങ്കര യൂസ്ഫുൾ തന്നെ കേട്ടോ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ. ഈ ഒരു പ്രോഡക്റ്റ് തലയിൽ മാത്രം അല്ല കേട്ടോ മസാജ് ചെയ്യാൻ പറ്റുക. നമ്മുടെ നെക്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൽ കയ്യിൽ കാലിൽ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലൊക്കെ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്യാൻ ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തേക്കണം, എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. പിന്നെ ലാമിൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് ഞങ്ങൾ ആ ബോക്സിൽ എന്തൊക്കെയല്ലേ ബോക്സിൽ വെച്ച് അത്ര വലിയ എന്തൊക്കെയാ ലാമില്ലത് ഇതെങ്ങനെ ഞാൻ വളർത്തിയ ഇവളോടെ വരുമ്പല്ലൊരു പ്രത്യേകത ഞാൻ പറയും. ഓരോരുത്തർ വാണ്ടി തുറക്ക്
എനിക്ക് വളച്ചെടുക്കാൻ വയ്ക്കൂലേ. ഓരോരുത്തർ വണ്ടി എടുത്തിട്ട് അടിച്ചാ വളച്ചെടുക്കുക നോക്കട്ടെ. ഗൈസ് അങ്ങനെ ലാമിൻ്റെ അവിടെ എത്തി. ലാമി കയറി ചെല്ലുണ്ട്. ഏയ് ലിഫ്റ്റ് കാണണ്ട. വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങിയ വെന്തനുരിക്കുകയാണ് ചൂടുകൊണ്ട്. പുറത്ത് എത്ര 36 ഡിഗ്രിയാണ് ചൂട്. ഈ പുറത്തൊക്കെ നോമ്പറ്റ് പണിയെടുക്കണവരൊക്കെ സമ്മതിക്കണം. ഇവളെന്താ ഇവള് പോയി, ഇവള് പറയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ മതി പറഞ്ഞ് പോയിട്ട് ഓളെ കാണാനില്ലല്ലോ. ഇതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഖുറാന്, പിന്നെ ഇത് മുസല്ല, അങ്ങനെ എന്തൊക്കെയാണ് ഇതിലുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ലാമിന്ന് വരട്ടെ, എന്നിട്ട് നമുക്ക് വളമാക്ക് കൊടുക്കാം. അത് കുഴപ്പമില്ല, അവള് വെയിലായി പറഞ്ഞിട്ട്. എന്താ അപ്പൊ എന്ത് ചെയ്യാ കൊടുക്കണ്ട? അടുക്കള പണിയിലാണ്. അതിനെന്താ അപ്പൊ എന്ത് ചെയ്യാ? വേറൊരു വീഡിയോ എടുക്കണ്ടായി വീഡിയോ ഞാൻ പെരേക്ക് വന്ന് എടുക്കാനാണ്. അപ്പൊ ഷാൾഡ പറഞ്ഞത് ഇവളെ ബുദ്ധി വിമാനല്ല, എങ്ങനെ കിട്ടിയ ഇപ്പച്ചി ബനിയനായിട്ട് കിടപ്പിച്ചോട് പറഞ്ഞു വീഡിയോ എടുക്കണം, വാങ്ങി ഷർട്ട് ഇട്ടോളി ഷർട്ട് ഇടാ വീക്ക്. ഇല്ലെങ്കിൽ വൈറലാക്കും പറഞ്ഞിട്ടുണ്ടാവില്ല ജി. ഇതെങ്ങനെ ഞാൻ കൊടുക്കുക? ടീഷർട്ട് ഇട്ട് പൗഡർ ഇട്ട് പെരന്റെ ചൊറുക്കൂട്ട ഞങ്ങള് ഇത് തിരിച്ചു. എനിക്കറിയില്ല പച്ചിനോട് വന്നാണ്ട് പക്ഷെ ഞാൻ ലേറ്റ് ആയിട്ട് പക്ഷെ അവിടെ ഫോൺ കളിച്ചിരിക്കാൻ ലേറ്റ് ഇട്ട് ഒന്നിപ്പൊ പറഞ്ഞിട്ടുള്ളൂ കാണാൻ പൂതിയായിട്ടുള്ളു പറഞ്ഞു എന്നോട്. 100 ആയുസ് അതുണ്ടാവും. ൂബും താത്തക്ക് വിളിച്ച് എന്നെ കണ്ടിട്ടില്ല പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു. എന്താലേ അത് വലിയ എനിക്ക് മെച്ചിനെ കാണാൻ പൂതിയേനു. പൂതിരുന്നില്ലേ കണ്ടില്ലേ ഒന്ന് തീർച്ചയാ. ഇമ്മിച്ച് എന്താ അടുക്കളയില സുട്ടൊക്കെ പോരി വാ എടുത്തിട്ട് പോരി. ഞാൻ എടുക്കണില്ല, എന്നിന്റെ ബാക്കിൽ വരുവോ? ഓക്കെ ഗായ്സ്, ഞാൻ എടുക്കണ്ടേ ഗായ്സ്? നേരെ ഞാൻ തന്നെ എടുക്കേ. ലച്ചുവിന് കൊടുക്കണം. ഓളെടുത്ത റെഡി ആവൂല. അർഷ എടുക്കൂലേ? അർഷ എടുക്കുവോ? നേരെ കൊടുക്കണേ എന്നാ. വാ അല്ലെ ഞാൻ തന്നെ എടുക്ക. അങ്ങനെ നമുക്ക് വയ്ക്കൂല, അവൻ എടുത്തോട്ടെ. എന്നായിക്കോട്ടെ. അവിടെ ആരാ? മറ്റേ ചില്ലുംകൂട്ടിലൊക്കെ കാണുന്നുണ്ടാവും. കൂടെ കാണൂലല്ലേ? നമ്മളെ കൊടുക്കുമ്പോ തന്നെ ഉമ്മച്ചി പുറത്തേക്ക് പണി നടക്കണം എന്റെ വീട്ടിൽ. വലിയ ആളാവുകയാണ്, പേരപ്പണി നടക്കുന്ന കാട്ടി കൊടുക്കണം പൊളിച്ച്. ഇപ്പച്ചി പോയിക്കണ് എടി. എന്താണ് കണ്ടിട്ടല്ല ഇപ്പച്ചി എന്താ പറയാ? മെച്ചിനെ എന്താ വിളിക്കുക? പെണ്ണോ അങ്ങോട്ട് പെണ്ണോ മരിയോന് വലിയ ബോക്സ് ആണ് വിചാരിച്ചിട്ട് പോണ്ടാവും ഗായ്സ്. ഇല്ലിങ്ങോട്ട് നിക്ക്. എന്താ സ്കൂട്ടികള് മറ്റേ ഫോട്ടോത്തിൽ നിക്കണ പോലെ എടുത്തോ? അങ്ങനെ സ്പേസ് ഫുള്ളാവും. ഇവിടേക്ക് വൃത്തിയാക്കി, ഇവിടെ നിന്ന് വൃത്തിയില്ല. ഇമ്മ ഇങ്ങോട്ട് വാ. ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് എനിക്ക് വേണ്ടി കണ്ട് അവിടെ വൃത്തിയാക്കാണ്.
ഉമ്മച്ചി കഴിക്കന്നെ പാത്രം. ഒന്നുമില്ല, ചെറിയൊരു ഗിഫ്റ്റ്, ചെറിയൊരു പെരുന്നാൾ ഗിഫ്റ്റ് ആയിരുന്നില്ലേ. ചെറിയൊരു പെരുന്നാൾ. അസ്സലാമലൈക്കും. ഇങ്ങോട്ടേക്ക് നിങ്ങൾക്കൊരു പെരുന്നാൾ സമ്മാനം ചെറിയ അല്ലേ, വാങ്ങിട്ട് കൊറേ നോക്കി നോക്കിണ്ടേ. അതാണ് ഓള് കേറിയതാക്കിയത്. തുറക്ക പറയ്. ആ തുറക്കി. അവിടെ ഇരുന്നോളി. ചെറിയ അത്ര വലിയ ഗിഫ്റ്റ് ഒന്നല്ല, ചെറിയൊരു ഗിഫ്റ്റ്. ഇഷ്ടായോ? അത് ഖുറാനിൽ വെക്കണതാ. ഖുറാന അടയാളം വെക്കണേ. ഖുറാനും നിസ്കാരക്കുപ്പായും മുസല്ലിക്കാണ്. മുസല്ലി. ഞങ്ങള് പോകാന്നാ പോകാണ്. ഉമ്മച്ചി പോയോ? പോണ്ടേ? അതാ ഗെയിം കളിച്ചിട്ടിരിക്കേ. അവിടെ ലൈറ്റ് അടിക്കണ്ട്. പോയിട്ടമ്മന്നാ. ഓക്കെ, പെരുന്നാളിനല്ലേ? പോയിപ്പാ. ശരി, ബൈ ബൈ. അങ്ങനെ ഉമ്മാക്ക് ഇതൊക്കെ കൊടുത്ത് ഇമ്മി ഹാപ്പി, എല്ലാരും ഹാപ്പി അല്ലേ ഡാമി? എങ്ങനെയുണ്ട് ഫതിലു? അല്ല ഫതിലല്ല, ലാമി. കൊയങ്ങി. ലാമിയൊക്കെ ഉറക്കം വന്നിട്ടേ. ഇനി അടുത്തത് ആയിരിക്കും നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നത്? നോമ്പില്ലാത്ത എനിക്ക് ഞാൻ സമൂസ വാങ്ങി തരാം. ഇനി പെരയിലെത്തിയിട്ട് സൈഡാക്കി എനിക്കൊക്കെ ഉറക്കുന്നുണ്ട്. പെരയിലെത്തിയിട്ട് കാണിക്കട്ടോ. നല്ല ടയർഡാ. അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. മാമാക്ക് കൊടുക്കണ്ട. മാമാക്ക് കൊടുക്കണത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. ഒന്നാമത് കൊടുക്കാനില്ല ഇതില്ലല്ലേ, ശക്തി ഇല്ല. ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പം വീട്ടിലെത്തിയിട്ടാണ്. വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഒക്കെ കാണിക്കാം. മാമാ അമ്മയൊക്കെ ചത്തുക്കണം. അപ്പം ഞാനും മാമി അല്ല ഞാനും ലാമിനും മാമാ കൊടുക്കാൻ പോവാണ്. മാമാ കൊടുക്കാം. അടുക്കളയിൽ എങ്ങനെ മാമാ മാമാ സമ്മാനം. രണ്ട് അമ്മമാർക്കും ഒന്ന് കൊടുത്തുല്ലേ? ഉമ്മച്ചിക്ക് ആശിക്ക് കൊടുത്ത് മാമാക്ക് ഓ ഡേറ്റ്സ്. അതെന്താ? ഞാൻ മറ്റേത് നോക്കാൻ പറ്റില്ല. ഡ്രൈ ഫ്രൂട്ട്സ്, തെസ്ബിമാല, നിസ്കാരക്കുപ്പായുണ്ടല്ലേ? തന്നോണ്ട് ഇഷ്ടമായിരുന്നു. അപ്പൊ ഇനി ഈദ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതെ, ഇതിപ്പോ ലാമിക്ക് മൈലാഞ്ചിടാൻ പോവാൻ ധൃതി കൂട്ടിക്കുക. ഞങ്ങൾ മൈലാഞ്ചി ഇടാനൊക്കെ പോവാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടാവില്ലേ? അതെ,
രസമില്ലല്ലേ? ഐ മീൻ ശരിക്കും നല്ല രസമല്ലേ ഈ സാധനം? കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട്. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും അപ്പോൾ വേറെ ഒന്നും വിചാരിക്കാം, നമ്മളിത് ഷുഗർ ഫില്ല് നട്ടോ. നിങ്ങളെ മാർക്കൊക്കെ സത്യം പറഞ്ഞ കൊടുക്കാല്ലേ? പ്രത്യേകിച്ച് ദിവസം ഒന്നുമില്ല കേട്ടോ. അതെ, നിങ്ങൾ എന്തൊരു സാധനം കൊടുക്കാന്ന് അത് ഉമ്മമാർക്കൊക്കെ ഭയങ്കര ഒരു കാര്യക്കണം. അതിൽ ഇന്ന സമയമൊന്നുമില്ല. കാരണം മാമാക്കറിയാം, മാമയൊരു ഇമ്മയാണ്. എനിക്കറിയാം കിട്ടണ ഒരു സന്തോഷം. അത് ഉമ്മമാർക്കാണെങ്കിലും ഒന്നുമില്ല. കാരണം ഓലെ നമ്മള് അങ്ങനെ ഓൽക്ക് അങ്ങനെ കൊടുക്കലൊക്കെ കുറവല്ലേ. ഓൽക്ക് നിങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്തു നോക്കി, ഓൽക്ക് നിങ്ങളുടെ മുഖത്തിലെ സന്തോഷം നിങ്ങൾക്ക് കാണാം. രാമിന്റെ അമ്മക്ക് പിന്നെ എന്താ പറയണ്ടെന്ന് ക്യാമറ ഓണാക്കിയപ്പോ പറയാതൊക്കെ കിളി വയ്ക്കണേ. പിന്നെ എല്ലാവർക്കും അവര് മുഖത്തൊരു പുഞ്ചിരി, ഓരോ മുഖത്തൊരു പുഞ്ചിരി വയ്ക്കട്ടെ നമ്മളെ അമ്മമാർക്ക് ഇങ്ങനെ ഒരു സാധനമൊക്കെ കിട്ടുമ്പോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് കൊടുക്കാൻ നോക്കുക. ഓല് ഇവിടെ കാര്യമായിട്ട് സംസാരിച്ചാണ്. അപ്പൊ നമ്മൾ പെരുന്നാളിന്റെ വ്ളോഗായിട്ട് വരില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുവരേക്കും ബൈ ബൈ.